ഹലോ, ഇന്ന് എൻ്റെ കുഞ്ഞ് ഗാർഡൻ ഒന്ന് കണ്ടാലോ? എൻ്റെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ കാണാം. കുറച്ച് ചെടികളും കുറച്ച് പൂക്കളും ഒക്കെയുള്ള ഒരു കുഞ്ഞു ഗാർഡൻ. ഇതെല്ലാം ഞാൻ വെള്ളത്തിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഈ സ്നേക്ക് പ്ലാന്റ് വെച്ചേക്കുന്നത് മണ്ണിലാണ്. ഊട്ടയില്ലാത്ത ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. വീടിനകത്ത് വെക്കുന്ന മിക്കതും അതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം നിലത്തും പോകില്ല, അത് ചീഞ്ഞും പോകില്ല. കാരണം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം. അതിൻ്റെ അടിയിൽ ഒരു കോട്ടൺ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ മണ്ണ് നിറച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ഇതുപോലെ ചെടി വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെടി കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ സാധാരണ മിക്ക വീടുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിപ്പവും പൊക്കവും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത് വീടിനകത്ത് വെച്ചിരിക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെയുള്ളൊരു, ഇതിൻ്റെ പേരെനിക്കറിയില്ല. അത് ഞാനൊരു ഭരണിയിൽ വെച്ചേക്കാണ്. ഒരു ഭംഗിയായിട്ട് ഒരു പഴയ ഭരണി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്, അതിനകത്ത് വെച്ചേക്കണേണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയില്ല. ചിലവർ പറയുന്നത് ഇത് ജാതിക്കയാണ് എന്ന് പറയുന്നുണ്ട്. എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല എന്താണെന്ന്. എന്തായാലും വലുതായി വരുമ്പോൾ നോക്കാമെന്ന് കരുതിയത് എന്താണെന്ന്. പിന്നെ ഇത് മാവാണ്. പിന്നെ ഇത് പടവളങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ കുരു ഇട്ടപ്പോൾ മുളച്ച് വന്നതാണ്. അതിപ്പോൾ വലുതായി വരുമ്പോൾ പടർത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കോവക്ക പഴുത്തതുണ്ടായിരുന്നു മേടിച്ചപ്പോൾ. അതിങ്ങനെ കുരു ഇട്ടപ്പോൾ അത് മുളച്ച് വന്നു. അത് ഇഷ്ടംപോലെ മുളച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഉണ്ട്. പിന്നെ ചെമ്പരത്തി മുളച്ചതുണ്ട്. ഈ ചെമ്പരത്തി മികക്ക് താളി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടതാണ്. കാരണം മികക്ക് അത്യാവശ്യം നല്ല മുടിയുള്ളതുകൊണ്ട് തന്നെ ഈ ചെമ്പരത്തി കൊണ്ടാണ് താളി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ വീട്ടിൽ നിന്നൊക്കെയാണ് ഇല പറിച്ചുകൊണ്ട് പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതൊരെണ്ണം നട്ട് വലുതാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് താളി ഉണ്ടാക്കാമല്ലോ. ഇതാണ് എൻ്റെ അവക്കാഡോ. ഇത് കുരു ഇട്ടിട്ട് മുളച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്, ഒരുപാട് പുതിയ ശിഖരങ്ങൾ. അപ്പോൾ ഈ അവക്കാഡോ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് 2 വർഷം കഴിയുമ്പോൾ ഇത് കായിടുമെന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ റോസപ്പൂക്കളാണ് ഇതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസപ്പൂക്കൾ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയെല്ലാം അടുത്തടുത്തെടുത്ത് വെച്ചതാണ്, പല പല സ്ഥലത്തിരുന്ന് വെച്ചതാണ്. ഇതെല്ലാം ബഡ് റോസാണ്. അപ്പോൾ ബഡ് റോസ് എങ്ങനെയാണ് നടുന്നത്, അതിനെന്തൊക്കെ വളമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഇതെല്ലാം നല്ല കുറേ നാളായിട്ടുള്ള പൂക്കളാണ്. ഇതിപ്പോൾ ഇഷ്ടം പോലെ നാളായി. നല്ല രീതിയിൽ തന്നെ പൂക്കളും ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടാവാനായിട്ട് ഞാൻ എന്തൊക്കെ വളമാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം എന്നെല്ലാം ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇതെല്ലാം എൻ്റെ പൂക്കളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളാണ്. ചെടികളെക്കാൾ ഇഷ്ടം പൂക്കളാണ്, പ്രത്യേകിച്ച് റോസപ്പൂക്കൾ. അത് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും പൂക്കളൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴും. അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിൽ അത് കാറ്റിങ്ങനെ ആടുന്നതൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് റോസ് കളക്ഷൻ ഉണ്ട്. ഞാൻ റോസ് കളക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കളറിലെ റോസും വേണം എന്നാണ് ഞാൻ നോക്കുന്നത്. അതനുസരിച്ചിട്ട് ഞാൻ ഓരോ റോസപ്പൂക്കൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാനിനി എന്തൊക്കെ വളമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ ഓരോ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.